ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും വീട്രാക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാൻ പോകുന്ന ഒരു അടിപൊളി പവർഫുൾ ആയ ഒരു സ്കാൽപ്പിംഗ് സ്ട്രാറ്റജിയാണ് പഠിപ്പിച്ചു തരാൻ പോകുന്നത്. ഇത് ഏത് മാർക്കറ്റിലും വർക്കാവും, പക്ഷേ ഞാൻ കൂടുതലും പ്രിഫർ ചെയ്യുന്നത് നിഫ്റ്റി 50-ൽ, അതായത് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ചിട്ട് നിഫ്റ്റി 50-ൽ നിങ്ങൾ ട്രേഡ് ചെയ്യുക. ഓക്കെ, നല്ല രീതിയിൽ ഏകദേശം 90% വിൻ റേഷ്യോ ഉള്ള ഒരു സ്ട്രാറ്റജി ആണ് ഇത്. ഇതിൻ്റെ A to Z കാര്യങ്ങൾ ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, ഇതിൻ്റെ SL എങ്ങനെയാണ് വെക്കേണ്ടത്, എത്രയാണ് ഇതിൻ്റെ ടാർഗറ്റ് വെക്കേണ്ടതൊക്കെ ഈ ഒരു വീഡിയോയിലൂടെ ഫുള്ളായിട്ട് ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരും. കൂടാണ്ട് നമ്മളെ ഈ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഫുൾ ആൻഡ് ഫുള്ളി ഇൻഡിക്കേറ്റർ ബേസ്ഡ് സ്ട്രാറ്റജിയാണ്. ഈ ഒരു സ്ട്രാറ്റജി ഞാൻ ഇന്ന് പറഞ്ഞു തരുന്ന ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്ത് നിങ്ങൾ ലൈവ് മാർക്കറ്റിലൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക, ഇത് എങ്ങനെയാണ് വർക്കാവുന്നത്. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾ ഒരുപാട് ആൾക്കാർ ഡൗട്ട് ഉണ്ടാകും, ഈവൻ ഈ ഒരു സ്ട്രാറ്റജി യൂസ് ചെയ്തിട്ട് പ്രോഫിറ്റബിൾ ആകുന്നുണ്ടോ എന്ന്. ഓക്കെ, ഞാൻ ഈ ഒരു സ്ട്രാറ്റജി യൂസ് ചെയ്ത് സ്കാൽപ്പ് ചെയ്യുന്ന വീഡിയോ, ലൈവ് വീഡിയോ റെക്കോർഡ് ചെയ്ത് എൻ്റെ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ അതുകൊണ്ട് ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. ഈ ഒരു സ്ട്രാറ്റജി ബേസ്ഡ് ട്രേഡ് മാത്രമേ എൻ്റെ ചാനലിൽ നിങ്ങൾ കാണൂ. ഇതിന് ഏതൊക്കെ ഇൻഡിക്കേറ്റർ ആണ് വേണ്ടത് എന്നൊക്കെ ഞാൻ ആദ്യം പറഞ്ഞുതരാം. ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇതിനകത്ത് ഏകദേശം 3 ഇൻഡിക്കേറ്റർ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഇൻഡിക്കേറ്റർ ആകെ എടുക്കാം. നമുക്ക് ഫസ്റ്റ് മുതൽ സ്റ്റാർട്ട് ചെയ്യാം. എങ്ങനെയാണ് ഈ ഇൻഡിക്കേറ്റർ എടുക്കുന്നതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അതിനുവേണ്ടി നമ്മൾ ഈ ഇൻഡിക്കേറ്ററൊക്കെ നമ്മൾ ഒഴിവാക്കാൻ വേണ്ടി പോവാണ്. ഓക്കെ, ഒരുപാട് ആൾക്കാർക്ക് അറിയില്ല ഈ ഇൻഡിക്കേറ്ററൊക്കെ എങ്ങനെയാണ്, എവിടുന്നാണ് എടുക്കുക, അതിൻ്റെ അതിൻ്റെ എഡിറ്റ് ചെയ്യാനുണ്ടോ. ഓക്കെ, അതൊന്നും അറിയില്ല. അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾ ഫുള്ളായിട്ട് വീഡിയോ വാച്ച് ചെയ്യുക, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇത് ഫുള്ളായിട്ട് മനസ്സിലാവും. കാരണം പൈസ വെച്ചുള്ള കളിയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് വേണ്ട ഇൻഡിക്കേറ്റർ, നമ്മൾ 2 EMA ആണ് യൂസ് ചെയ്യാൻ പോകുന്നത്. ഒന്ന് 10 EMAയും 20 EMA ആണ് യൂസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങളെ കാണാൻ പറ്റും, നിങ്ങൾ ഏത് ബ്രോക്കറാണ് യൂസ് ചെയ്യുന്നത് ആ ഒരു ബ്രോക്കറിൽ നിങ്ങൾക്ക് ഇൻഡിക്കേറ്ററിൽ പോയി കഴിഞ്ഞാൽ EMA എന്ന് സെർച്ച് ചെയ്യാം. ഓക്കെ, EMA നമുക്ക് 2 EMA ആവശ്യമുണ്ട്. നിങ്ങളുടെ 2 EMA വന്നിട്ടുണ്ടാവും. കൂടാണ്ട് ഫസ്റ്റ് നമുക്ക് EMA നമുക്ക് സെറ്റാക്കാം. ഓക്കെ, ഇവിടെ 9 ആണ്. ഇവിടെ നമ്മൾ ഇത് കാണാൻ പറ്റും, എഡിറ്റ് ഓപ്ഷനിൽ പോയിട്ട് നമുക്കിവിടെ 10 കൊടുക്കാം. ഓക്കെ, 10 കൊടുക്കുക. നമ്മൾ SMA എന്നുള്ളടത്ത് EMA കൊടുത്ത് സ്റ്റൈലിൽ നമുക്ക് ഈ ഒരു ബ്ലൂ കളർ, ഓക്കെ, ബ്ലൂ കളർ കൊടുക്കുക. കുറച്ച് അതിന് തിക്നെസ് കുറച്ച് കൂട്ടി കൊടുക്കുക. ഓക്കെ, ഇങ്ങനെയാണ്. കുറച്ചുകൂടെ തിക്നെസ് കൂട്ടാൻ ഞാൻ കുറച്ച് തിക്നെസ് കൂട്ടിയാണ് വെക്കാറ്. അതായത് നമ്മുടെ 10 EMA ഏതാണോ ക്രോസ് ആവുന്നത് അത് ഞാൻ കുറച്ച് തിക്നെസ് കൂട്ടി വെക്കും. പിന്നെ നമ്മളെ 20 ആണ്, 20 EMA ഈ SMA എന്നുള്ളടത്ത് EMA കൊടുക്കുക. ഓക്കെ, ഇവിടെ നമുക്ക് ഇതേതാ കളർ, നമുക്കിവിടെ ബ്ലാക്ക് കളർ കൊടുക്കാം. ഇത് ലൈറ്റായിട്ടൊരു ഇത് കൊടുക്കാം. ഓക്കെ, ഇങ്ങനെയാണ് വന്നത്. ഓക്കെ, അപ്പോൾ നമ്മളെ 2 EMA, അതായത് 10, 20 EMA നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് ഒരു ഇൻഡിക്കേറ്ററും കൂടി ആവശ്യമുണ്ട്. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നമുക്ക് ഫസ്റ്റ് ഞാൻ ഈ ഒരു ഇൻഡിക്കേറ്റർ എങ്ങനെയാണ് വർക്കാവുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിപ്പോൾ നിഫ്റ്റി 50-ൻ്റെ 5 മിനിറ്റ് ചാർട്ടാണ് ഇപ്പോൾ ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് ഞാൻ ഈ ഒരു പറയുന്ന സ്ട്രാറ്റജിയിൽ നിങ്ങൾ 5 മിനിറ്റ് ചാർട്ടാണ് എടുക്കേണ്ടത്. ഓക്കെ, ടൈം ഫ്രെയിമെല്ലാം കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക. ഞാൻ പറയുന്ന കാര്യങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ പറയാം 90% നിങ്ങൾ പ്രോഫിറ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ നമ്മൾ പോവാം. ഫസ്റ്റ് അതായത് ഈ ബ്ലൂ ലൈൻ കാണുന്നുണ്ട്, ഓൾറെഡി ഇവിടെ ബ്ലൂ ലൈൻ നിങ്ങൾ കാണുന്നുണ്ട്. ഈ ഒരു ബ്ലൂ ലൈൻ എന്ന് പറയുന്നത് 10 EMA ആണ്. ഓക്കെ, 10 EMA. ഈ ഒരു ബ്ലാക്ക് ലൈൻ എന്ന് പറഞ്ഞത് 20 EMA ആണ്. എപ്പോൾ ഇത് നോർമലി ഞാൻ നിങ്ങൾക്ക് പറയാം, നോർമലി ആൾക്കാർ പറയുന്നൊരു കാര്യമുണ്ട്, ഇവിടുന്ന് അതായത് ഇവിടെ ക്രോസ് ഓവർ ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴാണ് ഇവിടെ ക്രോസ് ഓവർ ചെയ്യുന്നത്, ഇവിടെ ട്രേഡ് എടുക്കാം. ഓക്കെ, ഇവിടെ ട്രേഡ് എടുക്കുക. ഓക്കെ, ഇതിൻ്റെ മേലെ SL വെക്കുക എന്നാണ് പറയുന്നത്. പക്ഷേ നിങ്ങൾ ലൈവ് മാർക്കറ്റിൽ ഒബ്സർവ് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, നമുക്ക് ഇവിടെ ഇവിടെ ക്രോസ് ഓവർ ആയത് എവിടെയാണ്, ഏകദേശം ഈ ഒരു ക്യാൻഡിൽ കഴിഞ്ഞിട്ട്, അതായത് ഇത്രയും വലിയൊരു ബിഗ് ബാർ, ഇത്രയും വലിയൊരു മൂവ് കഴിഞ്ഞിട്ടാണ് ഇവിടെ ക്രോസ് ഓവർ ആയത്. കാണാൻ പറ്റും, ഈ ഒരു ക്യാൻഡിലാണ്, അതായത് 12 മണിൻ്റെ ക്യാൻഡിലാണ് ഇവിടെ ക്രോസ് ഓവർ ആയത്. അപ്പോൾ നിങ്ങൾക്ക് ട്രേഡ് എടുക്കാനുള്ള ഓപ്പർച്യൂണിറ്റി എവിടെയുള്ളത്, നിങ്ങൾ എവിടെയാണ് ട്രേഡ് എടുക്കുക, ഇവിടെ ട്രേഡ് എടുക്കുമോ, ഇല്ല. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ കുറേ ഡൗട്ടും കാര്യങ്ങളും വരും ഈ ഒരു സ്ട്രാറ്റജി യൂസ് ചെയ്യുമ്പോൾ. അതൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് പറഞ്ഞുതരും. വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കണ്ട. ഓക്കെ, എന്നാലും നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. ഇവിടെ ക്രോസ് ഓവറായി നമുക്ക് ഏകദേശം നോക്കിയേ ടാർഗറ്റ് കിട്ടി. ഓക്കെ, ഇവിടെ ക്രോസ് ഓവർ ആയിട്ടില്ല, പക്ഷേ ഈ ഒരു സ്ട്രാറ്റജി യൂസ് ചെയ്യേണ്ടി ഇവിടെ നമുക്ക് ട്രേഡ് പ്ലേസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇവിടെ ക്രോസ് ഓവർ ആകുമ്പോൾ നമ്മൾ ഏകദേശം ടൈം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓക്കെ, നോക്കിക്കോ, അടുത്ത ക്രോസ് ഓവർ ഇവിടെ വരുന്നത്, അടുത്ത ക്രോസ് ഓവറാണ്. ഇവിടെ കൊണ്ടൊരു ക്രോസ് ഓവർ വന്നിട്ട് നിങ്ങൾ നോക്കിക്കോ, ഇതിന് കുറേ
ഇത് ഈ ഒരു സ്ട്രാറ്റജി യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. അതിനാണ് ഞാൻ കുറച്ച് ബാക്കോട്ട് പോയത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ബിഗ് ബാർ, അതായത് ക്രോസ് ഓവർ വരുന്ന ഒരു ബിഗ് ബാർ ക്യാൻഡിൽ ആണെങ്കിൽ നിങ്ങൾ ട്രേഡ് അവോയ്ഡ് ചെയ്യുക. ഓക്കെ, ഈ ഒരു പോയിന്റ് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോ. ക്രോസ് ഓവർ വരുന്നത്, അതായത് ഈ ക്രോസ് ഓവർ വരുന്ന ക്യാൻഡിൽ ഇത്രയും വലിയൊരു ബിഗ് ബാർ ക്യാൻഡിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ട്രേഡ് അവോയ്ഡ് ചെയ്യുക. അതായത് ആ ഒരു സ്ട്രാറ്റജി യൂസിൻ്റെ ആ ഒരു ടൈമിന് ട്രേഡ് ചെയ്യരുത്. ഓക്കെ, അതൊന്നാണ് ഞാൻ പറഞ്ഞിരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു നമ്മളെ 2 ലൈനും ഫ്ലാറ്റായിട്ട് പോകുമ്പോൾ നമ്മൾ ട്രേഡ് എടുക്കരുത്. ഓക്കെ, നിങ്ങളുടെ കാണാൻ വേണ്ടി ഫ്ലാറ്റായിട്ട് പോകുമ്പോൾ ട്രേഡ് എടുക്കരുത്. ഇതൊക്കെ ലൈവ് മാർക്കറ്റിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. അപ്പോൾ നിങ്ങൾ തന്നെ പറയും ഇത് ആഫ്റ്റർ മാർക്കറ്റ് അല്ലേ? ആഫ്റ്റർ മാർക്കറ്റാണ് ഞാനിപ്പോൾ പറഞ്ഞു തരുന്നത്. ലൈവ് മാർക്കറ്റിൽ ഞാൻ ട്രേഡ് ചെയ്യുന്ന ലൈവ് എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരും. ഞാൻ എടുക്കുന്ന ട്രേഡ് ഞാൻ ലൈവായിട്ട് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, ഈ ചാനലിലൂടെ ഞാൻ അപ്ലോഡ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് അതും കൂടെ കാണുമ്പോൾ കറക്റ്റായിട്ട് കാര്യങ്ങൾ മനസ്സിലാവും ഈ ഒരു സ്ട്രാറ്റജീൻ്റെ. ഓക്കെ, നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ നിങ്ങൾക്ക് ഒരു ക്രോസ് ഓവർ വന്നിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ക്രോസ് ഓവർ വന്നപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ബിഗ് ബാർ ആണ്. ഓക്കെ, ബിഗ് ബാർ നിങ്ങൾ പരമാവധി ഉപയോഗിക്കുക. കാരണം ചില സമയത്ത് പ്രോഫിറ്റ് കിട്ടുമെങ്കിലും നമുക്ക് ലോസ്, നമ്മുടെ വലിയൊരു SL ഹിറ്റ് ആവാനുണ്ട്. അത് SL സ്കാൽപ്പിംഗ് ആണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ SL വലിയ രീതിയിൽ ഹിറ്റ്, അതായത് വലിയൊരു ലോസ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് ബിഗ് ബാർ ഒഴിവാക്കുക എന്ന് പറയുന്നത്. നോക്കുക, ഇവിടെ ഒരു ക്രോസ് ഓവർ വന്നിട്ടുണ്ട്. ഇവിടെ ഒരു ക്രോസ് ഓവർ വന്നു. ഈ ഒരു ക്രോസ് ഓവറിൽ വന്നപ്പോൾ നമുക്ക് കാര്യം പറഞ്ഞാൽ ഇവിടെ ട്രേഡ് ഇല്ല. ഓക്കെ, ഇവിടെ ട്രേഡ് ഇല്ല. കാരണം അതെന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇവിടെ ക്രോസ് ഓവർ വന്നപ്പോൾ ഇവിടെ ട്രേഡ് എടുക്കാൻ പാടില്ല. ഓക്കെ, അതെന്തുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഈ ഒരു പോയിന്റ് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചാൽ ഇതെവിടെയാണ്, അതായത് സെപ്റ്റംബർ 23-ാം തീയതിയാണ് ഈ ഒരു സംഭവം നടന്നത്. അതായത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഒരു ക്രോസ് ഓവർ, ഇവിടെ ഒരു ചെറിയൊരു ക്രോസ് ഓവർ ആണ് ഉണ്ടായത്. പക്ഷെ ക്രോസ് ഓവർ കഴിഞ്ഞിട്ട് ഈ ഒരു ലൈൻ തമ്മിലുള്ള ഡിസ്റ്റൻസ് കൂടി പോകുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, ഏകദേശം ഈ ഒരു റെഡ് ക്യാൻഡിൽ ഇപ്പം അതായത് 1:10 ക്യാൻഡിൽ തന്നെ നമുക്ക് ഇവിടെ ഒരു ഗ്യാപ്പ് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇതൊക്കെ ഈ ഒരു സ്ട്രാറ്റജി യൂസ് ചെയ്ത് നിങ്ങൾക്ക് പ്രോഫിറ്റ് എടുക്കാൻ പറ്റിയൊരു സിഗ്നലാണ് തരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് കാണാൻ പറ്റും ഇവിടെയും ക്രോസ് ഓവർ ഉണ്ട്. ഈ ഒരു ക്രോസ് ഓവറിൽ പ്രോഫിറ്റ്, ഈ ഒരു ക്രോസ് ഓവറിൽ പ്രോഫിറ്റ്. ഓക്കെ, ഈ ഒരു ക്രോസ് ഓവറിൽ പ്രോഫിറ്റ്. നിങ്ങൾക്ക് ഇവിടെ കണ്ടോ, നമ്മൾ എവിടെയൊക്കെ ക്രോസ് ഓവർ ഉണ്ടോ അവിടെയൊക്കെ നമുക്ക് പ്രോഫിറ്റ് കിട്ടിയിട്ടുള്ളൂ. ഓക്കെ, ഇവിടെ നമുക്കൊരു ക്രോസ് ഓവർ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ നമ്മൾ പ്രോഫിറ്റ്, ഇതാ ഇവിടെ ഒരു ക്രോസ് ഓവർ, ഇവിടെ ഒരു ക്രോസ് ഓവർ. ഓക്കെ, ഇത് ബിഗ് ബാർ ക്രോസ് ഓവറാണ്. ഞാൻ പറഞ്ഞിട്ട് ബിഗ് ബാറിൽ നിങ്ങൾ ട്രേഡ് അവോയ്ഡ് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, ഇനി എവിടെയാണ് ക്രോസ് ഓവർ നമുക്ക് നോക്കാം. ഫസ്റ്റ് നമ്മൾ നോക്കിക്കോ ക്രോസ് ഓവർ എവിടെയൊക്കെയാണ് വരുന്നത്. ഓക്കെ, ഇവിടെ ബിഗ് ബാർ ട്രേഡ് അവോയ്ഡ് ചെയ്യുക. കാരണം ഇതുണ്ടോ, ഞാൻ പറഞ്ഞല്ലോ ബിഗ് ബാർ ആണ് ക്രോസ് ഓവർ എങ്കിൽ നിങ്ങൾ ട്രേഡ് അവോയ്ഡ് ചെയ്യുക. കാരണം നമ്മൾ ഇവിടെ എത്തണ്ടോ, നമ്മൾ അതായത് ഇതൊരു സ്കാൽപ്പിംഗ് സ്ട്രാറ്റജി ആയതുകൊണ്ട് നമ്മൾ SL ഹിറ്റ് ആവും, വലിയ രീതിയിൽ ഹിറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ലോസ് വരും. ബിഗ് ബാർ ട്രേഡ് അവോയ്ഡ് ചെയ്യുക. ഇതുകൊണ്ടാണ് ഞാൻ മെയിൻ ആയിട്ടുള്ള കാരണം പറയുന്നത്. ഓക്കെ, അങ്ങനെ വീണ്ടും നമ്മളിത് ഇവിടെ ക്രോസ് ഓവർ ടാർഗറ്റ് ഇതുണ്ടോ, ഇവിടെ ഓൾറെഡി ഞാൻ ഈ ഒരു ട്രേഡ് ഞാൻ എടുത്തതാണ്, അതാണ് ഇവിടെ. ഓക്കെ, ഇവിടെ ഒരു ക്രോസ് ഓവർ നമ്മുടെ ടാർഗറ്റ്. ഓക്കെ, ഇവിടെ നമുക്ക് ട്രേഡ് ഇല്ല. ഇവിടെ എന്തുകൊണ്ടാണ് ട്രേഡ് ഇല്ലാത്തത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, ലൈവ് എക്സാമ്പിൾ ഇത് തന്നെയാണ്. നമ്മൾ 23-ാം തീയതി സെപ്റ്റംബർ 23 ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞു. ഇവിടെ നമുക്ക് ട്രേഡ് ഇല്ല. ഇതെന്തുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെയും നമുക്ക് ഇതൊക്കെ ട്രേഡ് അവോയ്ഡ് ചെയ്യേണ്ട ഒരു ഏരിയ ആണ്. ഓക്കെ, നമുക്കിനി ഇതെന്തുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഭാഗത്ത് ട്രേഡ് അവോയ്ഡ് ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ക്രോസ് ഓവറായി. ഏകദേശം ഇവിടെ നമുക്ക് ക്രോസ് ഓവർ കിട്ടി. ഓക്കെ, ക്രോസ് ഓവർ കിട്ടിയില്ലേ. ഈ ഒരു ക്യാൻഡിൽ ഏകദേശം ഈ ഒരു ലെങ്ത്തോളം വന്നു. അടുത്ത ക്യാൻഡിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഈ ഒരു റെഡ് ക്യാൻഡിൽ ഒക്ടോബർ 1-ാം തീയതി 10-15 ഒരു ക്യാൻഡിൽ നമുക്ക്, അതായത് ഈ ഒരു ബ്ലൂ, അതായത് 10 EMA അടുത്ത് വരെ വന്നു. ഒരു റീട്രേസ്മെൻറ്റ്, ഓക്കെ, ഒരു പുൾ ബാക്ക് എന്നൊക്കെ പറയും പോലെ ഈ ഒരു ഏകദേശം ഈ ഒരു ലെവൽ വരെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെയാണ് ട്രേഡ് ഇനീഷ്യേറ്റ് ചെയ്യുന്നത്. ഫസ്റ്റത്തെ ഏതൊരു, അതായത് ക്രോസ് ഓവർ കഴിഞ്ഞ് ഫസ്റ്റ് ഏതൊരു ക്യാൻഡിലാണ് നമ്മളെ ബ്ലൂ EMA, അതായത് 10 EMA അടുത്തോട്ട് വരുന്നത്. ഏകദേശം ടച്ച് ചെയ്യാൻ കണക്കിന് തന്നെ വരണം. ഏകദേശം ഇത്ര വലിയ ഡിസ്റ്റൻസിലും നമ്മൾ പോയിട്ട് ഒരു എക്സാമ്പിൾ നമുക്കിവിടെ കാണാൻ പറ്റും. ഇതാ ഇങ്ങനെ ട്രേഡ് എടുക്കരുത്. ഓക്കെ, ഏകദേശം നമുക്ക് നല്ല രീതിയിൽ ഏകദേശം ഇതിൻ്റെ ഇവിടെ നമുക്ക് വേണമെങ്കിൽ ട്രേഡ് എടുക്കാം. ഇതിപ്പോൾ ഒരു ക്രോസ് ഓവർ അല്ല, നമ്മുടെ ക്രോസ് ഓവർ എക്സാമ്പിൾ ഇത് തന്നെ എടുക്കാം. ഇതുകൊണ്ടോ ഇവിടെ നമുക്ക് ട്രേഡ് ഇല്ല. നിങ്ങൾ ഇവിടെ ട്രേഡ്, നമ്മുടെ സ്ട്രാറ്റജി അനുസരിച്ച് നമ്മൾ ഇവിടെ ട്രേഡ് എടുക്കാറില്ല. കാരണം ഇതൊരു പുൾ ബാക്ക് തരണം. ഏകദേശം ഈ ഒരു ഇത്രയും ഹൈറ്റ് വന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു ട്രേഡ് എൻട്രി എടുക്കാവുള്ളൂ. അതേപോലെ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് ട്രേഡ്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു പുൾ ബാക്ക് തന്നു, നമ്മളിവിടെ എൻട്രി എടുത്തു. ഇങ്ങനെ ഒരു പുൾ ബാക്കിൽ എൻട്രി എടുക്കുന്നത് നമ്മുടെ SL ചെറിയൊരു SL ആയിരിക്കും. ഓക്കെ, ഇവിടെ നമ്മുടെ SL നമ്മളിപ്പോൾ ഇവിടെ ട്രേഡ് എടുത്തെന്ന് വെച്ചോ, ഈ ഒരു ക്യാൻഡലിൽ നമ്മൾ ട്രേഡ് എടുത്തു. ഇവിടെ
ഓക്കെ, ഏകദേശം 25,830 ട്രേഡ് എടുത്തു. നമ്മുടെ SL ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. SL എവിടെയാണ് വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മാർക്ക് ചെയ്യാം. നമ്മൾ അതായത് ബിഫോർ ക്യാൻഡിൽ, നിങ്ങൾ ക്യാൻഡിൽ എടുത്തതിൻ്റെ മുന്നത്തെ ക്യാൻഡിൽ നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് വെക്കാം. ഓക്കെ, ഇത് മാർക്ക് ചെയ്ത് വെക്കാം, ഫുള്ളായിട്ട് മാർക്ക് ചെയ്തോ ഈ ഒരു ക്യാൻഡിൽ. ഓക്കെ, ക്യാൻഡിൽ ഫുള്ളായിട്ട് മാർക്ക് ചെയ്തോ. നിങ്ങൾ എക്സിറ്റ് എപ്പോഴാണ് ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ക്യാൻഡിൽ, അതായത് 10:10, നമ്മൾ എൻട്രി എടുത്ത ക്യാൻഡിൽ 10:15 ഈ ഒരു 10:10 ക്യാൻഡിലിൻ്റെ മേലെ ഒരു ക്യാൻഡിൽ ക്ലോസ് ആവുന്നുണ്ടോ? ക്ലോസ് ആവണം, അതായത് ഇങ്ങനെ കയറി ഇറങ്ങിയിട്ടല്ല, ക്യാൻഡിൽ ക്ലോസ് ആവണം. ഫുള്ളായിട്ട് ക്യാൻഡിൽ ക്ലോസ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ട്രേഡിൽ നിന്ന് എക്സിറ്റ് ചെയ്യണം. എക്സിറ്റ് ചെയ്തേ പറ്റും. ഓക്കെ, എക്സിറ്റ് ചെയ്യാണ്ടിട്ട് നമ്മൾ വലിയ ലോസിലോട്ട് പോകും. എക്സിറ്റ് ചെയ്യണം. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ, അതായത് നിങ്ങൾ ഇങ്ങനെ ഒരു സ്ട്രാറ്റജിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു സ്ഥലത്ത് പോലും ഒരു 10 ട്രേഡിൽ ചിലപ്പോൾ 2 ട്രേഡ് മാത്രമേ ഇങ്ങനെ ക്യാൻഡിൽ കയറി ക്ലോസ് ആയിട്ടുള്ളൂ. ബാക്കി എല്ലാം നമുക്ക് പ്രോഫിറ്റ് എടുത്ത് തന്നിട്ടേ ഉള്ളൂ. ഈ ഒരു ട്രേഡിൽ നിങ്ങൾ ബാക്ക് ടെസ്റ്റ്, നിങ്ങൾ ഒരു 6 മാസത്തെ ചാർട്ടൊക്കെ എടുത്ത് നിങ്ങൾ റീഡ് ചെയ്ത് നോക്കിക്കോ ഈ ഒരു 2 ഇൻഡിക്കേറ്റർ വെച്ചിട്ട്. ഓക്കെ, അപ്പം ഇതാണ് നമ്മൾ കറക്റ്റ് എൻട്രി പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഒരിക്കലും നമ്മൾ ഇവിടെ നമ്മൾ എൻട്രി എടുക്കരുത്. നിങ്ങൾക്ക് കാണിച്ചാൽ ഇവിടെ ഒരു ക്രോസ് ഓവർ ആയി. ഓക്കെ, മാർക്കറ്റ് ഏകദേശം ഇവിടം വരെ വന്നു. പക്ഷെ മാർക്കറ്റ്, നമ്മുടെ സ്ട്രാറ്റജി അനുസരിച്ച് മാർക്കറ്റ് ഏകദേശം ഈ ഒരു റേഞ്ച് വരെ വരണം. വന്നില്ല, നമ്മൾ ട്രേഡ് എടുത്തില്ല, നോ പ്രോബ്ലം. നിങ്ങളിപ്പോൾ ഇവിടുന്ന് ട്രേഡ് എടുത്തിട്ട് നമ്മൾ വെയിറ്റ് ചെയ്ത്, നമുക്ക് ടാർഗറ്റ് ഒന്നും കിട്ടിയിട്ടില്ല, നമ്മൾ SL ഇവിടെ ഹിറ്റായി. ഓക്കെ, SL ഹിറ്റായി. അതാണ് പറഞ്ഞത്, ഏകദേശം ഒരു പുൾ ബാക്ക് ഏകദേശം നല്ല രീതിയിൽ ഈ ഒരു ബ്ലൂ EMA ടച്ച് ചെയ്താൽ അത്രയും ബെറ്റർ. ഓക്കെ, ഞാൻ ഏകദേശം ടച്ച് ചെയ്യാനാണ് കാത്തിരിക്കും, ടച്ച് ചെയ്യാൻ വെയിറ്റ് ചെയ്യും. ഏകദേശം ഞാൻ ഈ ഒരു റേഞ്ചിലൊന്നും ഞാൻ ട്രേഡ് പ്ലേസ് ചെയ്യാറ് തന്നെ ഇല്ല. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടുന്നതെന്ന് വെച്ചാൽ നമ്മുടെ SL നമുക്ക് കുറഞ്ഞിട്ട്, നമ്മളിപ്പോൾ ഇവിടുന്ന് ട്രേഡ് എടുത്തെന്ന് വെച്ചോ, ഈ ഒരു ക്യാൻഡിൽ ഇവിടം വരെ വന്ന് നമ്മൾ ട്രേഡ് എടുത്തു. വേറൊരു എക്സാമ്പിൾ കൂടി ഞാൻ നിങ്ങൾക്ക് അതിനകത്ത് തന്നെ കാണിച്ചു തരാം. വേറൊരു എക്സാമ്പിൾ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഓക്കെ, ഇതൊരു പെർഫെക്റ്റ് എക്സാമ്പിൾ ഉണ്ട്. ഓക്കെ, ഇവിടെ ഒരു ക്രോസ് ഓവർ ആയി കഴിഞ്ഞ്, ഓക്കെ, നിങ്ങൾ ഇവിടെ ഒരു എൻട്രി മിസ്സായി. നിങ്ങൾക്ക് ഈ ഒരു ക്യാൻഡിൽ ഏകദേശം ഇവിടം വരെ വന്നിട്ടുണ്ട്. പക്ഷെ ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഫസ്റ്റത്തെ ഏത് ക്യാൻഡിൽ, ഫസ്റ്റത്തെ ഒന്നാമത്തെ ക്യാൻഡിലോ അതോ രണ്ടാമത്തെ ക്യാൻഡിലോ മൂന്നാമത്തെ, ഏതാണ് ക്യാൻഡിൽ EMA അടുത്തോട്ട് വരുന്നത് ആ ഒരു ക്യാൻഡിൽ നിങ്ങൾ എൻട്രി എടുത്തേ പറ്റൂ. അത് നമ്മുടെ സ്ട്രാറ്റജി ആണത്. അതിൽ എൻട്രി എടുത്തില്ല, നിങ്ങൾ വേറെ എവിടെയും പോയി എൻട്രി എടുക്കുന്നുണ്ടെങ്കിൽ, ഒരു എക്സാമ്പിൾ നിങ്ങൾ ഇവിടെയൊക്കെ പോയി എൻട്രി എടുക്കുന്നുണ്ടെങ്കിൽ നോക്ക്, നിങ്ങൾ പാനിക്കാവും. കാരണം ഇത് തിരിച്ചു കയറുമോ. ഓക്കെ, അപ്പം അത് വരാണ്ടിരിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ ഫസ്റ്റ് പുൾ ബാക്കിൽ തന്നെ നിങ്ങൾ ട്രേഡ് എടുക്കുക. ഓക്കെ, ഇവിടെ ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ SL എവിടെ വരിക, SL നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, ഈ ഒരു ക്യാൻഡിലിൻ്റെ മേലെയാണ്. ഓക്കെ, ഇവിടെ നിങ്ങൾ എൻട്രി എടുത്ത് ഈ ഒരു ക്യാൻഡിലിൻ്റെ മേലെ എപ്പോഴാണോ ക്ലോസ് എക്സിറ്റ്. പക്ഷേ ഇല്ല, നിങ്ങൾക്ക് ടാർഗറ്റ് കിട്ടി. ഇനി ഇതിന് ടാർഗറ്റ് എത്രയാണ് അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഒന്നല്ല, ഒരുപാട് ട്രേഡിങ്, എൻ്റെ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഇവിടെ നിങ്ങൾക്ക് ഈ പിഗ് ബാർ ആണ്, പക്ഷേ നിങ്ങൾ കാണാൻ പറ്റിയ ഒരു പുൾ ബാക്ക് വന്നു. ഇവിടെ നിങ്ങൾ എൻട്രി എടുക്കുക. ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ബിഗ് ബാറിൽ എൻട്രി ഒഴിവാക്കുക. ഓക്കെ, നിങ്ങൾ നല്ലോണം എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞിട്ട് ബിഗ് ബാറൊക്കെ നിങ്ങൾ ചൂസ് ചെയ്യുക. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ക്രോസ് ഓവറായി ഒരു പുൾ ബാക്ക്. ഇത് പെർഫെക്റ്റ് ട്രേഡിങ് കേട്ടോ. ഒരു പുൾ ബാക്ക് ഇവിടെ കറക്റ്റ് നമ്മളെ ബ്ലൂ, അതായത് 10 EMAക്ക് ടച്ച് ആയിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ ട്രേഡ് എടുക്കുക. നിങ്ങളുടെ എക്സിറ്റ് പോയിന്റ് ഏതാ? ഇവിടെ 1:35 എൻട്രി എടുത്ത് നിങ്ങൾ എക്സിറ്റ് പോയിന്റ് ഏതാ ഞാൻ പറഞ്ഞുതരാം. എക്സിറ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഇവിടെയാണ്. ഓക്കെ, നിങ്ങൾ ഇവിടെയാണ് എൻട്രി എടുത്തത്. അപ്പോൾ അതിൻ്റെ താഴെ ഏകദേശം ഒരു ക്യാൻഡിൽ ഏതാ ഉള്ളത്? ഈ ഒരു ക്യാൻഡിലേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഈ ഒരു ക്യാൻഡിൽ SL ആയിട്ട് നിൽക്കുക. ഈ ഒരു ക്യാൻഡിൽ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ താഴെ ക്ലോസ് ചെയ്യണം. ഇതിൻ്റെ താഴെ ഒരു ക്യാൻഡിൽ ഇതേപോലെ ഇങ്ങനെ ക്ലോസ് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എക്സിറ്റ് ആയിക്കോട്ടെ ഇടുന്നത്. ഓക്കെ, പിന്നെ ഇതിൻ്റെ ടാർഗറ്റ്, ഞാൻ ഓൾറെഡി ഈ ഒരു സ്കാൽപ്പിംഗ് ട്രെയിൻ എടുക്കുന്ന ടാർഗറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 5 to 10 പോയിന്റ് ആണ്. ഓക്കെ, ഈ ഒരു 5 to 10 പോയിന്റ് എനിക്ക് കിട്ടി. ഞാൻ പല ട്രേഡും ഞാൻ 5 പോയിന്റിൽ എക്സിറ്റ് ആയിട്ടുണ്ട്. ഞാൻ 10 വരെ വെയിറ്റ് ചെയ്യാറില്ല. കാരണം 5 പോയിന്റിൽ എക്സിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എടുക്കുന്ന ട്രേഡ് ഓൾമോസ്റ്റ് നിങ്ങൾ 10 ട്രേഡ് എടുത്താൽ 10 ട്രേഡും പ്രോഫിറ്റ് ആണ്. ഓക്കെ, ഞാനത് ലൈവായിട്ട് നിങ്ങൾക്ക് ട്രേഡ് ചെയ്യുന്നത് ലൈവ് റെക്കോർഡ് ചെയ്ത വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയാണത് വർക്കാവുന്നത്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കാണാൻ ബിഗ് ബാർ ആണ്. ബിഗ് ബാർ വന്നിട്ട് പുൾ ബാക്കിൽ വീണ്ടും ഈ ഒരു 2 ക്യാൻഡിൽ മതി നമുക്ക് 5 പോയിന്റ് കിട്ടാൻ വേണ്ടി. നമ്മളൊന്നും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ നിങ്ങൾ ട്രേഡ് എടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾ എക്സിറ്റ് ആവണമെങ്കിൽ 5 പോയിന്റ് കിട്ടി. 5 പോയിന്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരിക്കലും ഒരു ലോസ് വരാനുള്ള ചാൻസ് വളരെ കുറവാണ്. നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും അടുത്തൊരു ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ക്രോസ് ഓവർ. ഓക്കെ, ഇപ്പോൾ ഇങ്ങ് കാണാൻ പറ്റും ഈ ഒരു 14-15 ഇത് ക്രോസ് ഓവർ ആയിട്ടില്ല. ക്രോസ് ഓവർ ആയത് ഇവിടെയാണ് ഈ ഒരു ക്യാൻഡിൽ. പക്ഷേ ഈ ഒരു ക്യാൻഡിൽ നിങ്ങൾക്ക് പുൾ ബാക്ക് ഏകദേശം ഇവിടം വരെ തന്നു. ഓക്കെ, അതായത് എന്തിനാണ് ഈ പുൾ ബാക്ക് എന്ന് പറയുന്നത്? നമ്മുടെ SL ൻ്റെ ഇത്
SL-ന്റെ പോയിന്റ് കുറയ്ക്കാൻ വേണ്ടിയാണ് ഈ ഒരു പുൾ ബാക്ക്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ ഇവിടെ നിങ്ങൾ ഏകദേശം ഞാൻ വെച്ചാൽ ഈ ഒരു പോയിന്റിൽ എൻട്രി എടുത്തുന്നുണ്ടെങ്കിൽ ഓക്കെ, നിങ്ങളുടെ SL വരിക ഇതിൻ്റെ മേലെയാണ്. ഓക്കെ, ഇതിൻ്റെ മേലെ ഒരു ക്യാൻഡിൽ ക്ലോസ് ആയി നിങ്ങൾ എക്സിറ്റ് അടിക്കുക. നിങ്ങൾക്ക് നോക്ക് ഇവിടെ നിങ്ങൾ എൻട്രി എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഓൾറെഡി നിങ്ങൾ ടാർഗറ്റ് ഇട്ടായി. ഇതൊന്നും നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. ഈ 2 ക്യാൻഡിൽ നിങ്ങൾ ടാർഗറ്റ് ഇട്ടായി നിങ്ങൾ എക്സിറ്റ് അടിച്ച് ഏകദേശം 10-20 പോയിന്റ് തന്നെ കിട്ടും. പക്ഷേ 10-20 പോയിന്റ് ഒന്നും വെയിറ്റ് ചെയ്യാൻ പാടില്ല. 5 to 10 പോയിന്റ് അതാണ് നമ്മുടെ ഞാൻ എടുക്കുന്നതാണ്. ഞാൻ പറഞ്ഞത് ഈ ഒരു സ്ട്രാറ്റജി യൂസ് ചെയ്യുന്നത് ഞാൻ ഈ എടുക്കുന്ന പോയിന്റാണ് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇവിടെ ഒരു പുൾ ബാക്ക് ഉണ്ട്. ഈ ഒരു പുൾ ബാക്കിൽ നിങ്ങൾ ട്രേഡ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങൾ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റും. ഓക്കെ, എവിടെ അടുത്ത പുൾ ബാക്ക് എവിടെയാണ് വരുന്നത് അവിടെ നിങ്ങൾ ട്രേഡ് പ്ലേസ് ചെയ്യുക, നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടുന്നതായിരിക്കും. ഗൈസ്, അപ്പോൾ നമ്മൾ ഈ ഒരു ഇൻഡിക്കേറ്റർ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് പഠിച്ചില്ലേ? നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ, നിങ്ങൾക്ക് കൂടുതലായിട്ട് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്ത് ചോദിച്ചാൽ മതി. ഓക്കെ, ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. കൂടാതെ നമ്മളെ ലൈവ് റെക്കോർഡ് വീഡിയോ കാണാൻ മറക്കണ്ട. നെക്സ്റ്റ് ഡേയിൽ എല്ലാം കണ്ടിന്യൂസ് ആയിട്ട് വരുന്നതായിരിക്കും. ഇനി ഈ ഒരു സ്ട്രാറ്റജി ഇപ്പം ഇത്രത്തോളം ഞാൻ പറഞ്ഞു തന്നു. ഇപ്പോഴും നിങ്ങൾക്ക് ഒരുപാട് ആൾക്കാർ ഡൗട്ട് ഉണ്ടാവും. ഓക്കെ, ഇവിടെ ട്രേഡ് എടുത്താൽ നമ്മുടെ SL അടിക്കുമോ, ഇത് തിരിഞ്ഞു വരുമോ, മാർക്കറ്റ് ഡയറക്ഷൻ തിരിഞ്ഞു വരുമെന്നൊക്കെ. ഓക്കെ, അപ്പം അങ്ങനെയുള്ളവർക്ക് ഒരു ട്രിപ്പിൾ കൺഫർമേഷൻ ട്രേഡ് എടുക്കുമ്പോൾ ഒരു ട്രിപ്പിൾ കൺഫർമേഷൻ എന്ന നിലയ്ക്ക് ഞാൻ ഒരു ഇൻഡിക്കേറ്ററും കൂടെ ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് തരാം. ഞാനിത് ഒരു കോമ്പിനേഷനായിട്ട് ഞാൻ കോംബോ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഇൻഡിക്കേറ്ററാണ്. ഓക്കെ, നമ്മൾ നേരെ ഇൻഡിക്കേറ്റർ സെക്ഷനിൽ പോവുക. MACD. ഓക്കെ, ഇവിടെ കാണാൻ വേണ്ടി MACD ഇൻഡിക്കേറ്റർ ഇവിടെ ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, കുറച്ച് വലുതാക്കാം MACD. ഓക്കെ, ഇനി ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത് ജസ്റ്റ് ഇത് ഞാൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഈ ഒരു MACD ഇൻഡിക്കേറ്ററിൻ്റെതാണ്. ഓക്കെ, MACD നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, 2 ലൈനുകൾ കാണാൻ പറ്റും. ഓക്കെ, അതായത് സിഗ്നൽ ലൈനും നമ്മുടെ MACD ലൈനുമാണ്. ഈ 2 ലൈനുമാണ്. ഈ ഒരു ബ്ലൂ ലൈന് എപ്പോഴും നിങ്ങൾ ഈ ഒരു അതായത് ഈ ഒരു ഇൻഡിക്കേറ്റർ നിങ്ങൾ ആഡ് ചെയ്യുമ്പോൾ തന്നെ ഇങ്ങനെയാണ് വരിക. ഒരു ബ്ലൂ ലൈനും ഓറഞ്ച് ലൈനും വരും. അപ്പോൾ ഈ ഒരു ബ്ലൂ ലൈൻ എവിടെയാണ് നമ്മൾ ഓറഞ്ച് ലൈനെ കട്ട് ചെയ്യുന്നത് അവിടെ മാർക്കറ്റിൻ്റെ ഡയറക്ഷൻ മാറും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അതായത് മാർക്കറ്റിൻ്റെ ഡയറക്ഷൻ മാറി വരും എന്നൊരു സിഗ്നലാണ് നമ്മളെ MACD തരുന്നത്. ഇത് നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു MACD തന്നെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. ഓക്കെ, അതായത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ഇവിടെ ഒരു ക്രോസ് ഓവർ. ഓക്കെ, ഇവിടെ ഒരു ക്രോസ് ഓവർ MACD ക്രോസ് ഓവർ ഉണ്ട്. ഓക്കെ, ഈ MACD-നെ കുറിച്ച് ഡീപ്പായിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കില്ല ഇത്. ഞാൻ നിങ്ങൾക്ക് ഈ ഒരു സ്ട്രാറ്റജി അതായത് ഞാൻ യൂസ് ചെയ്യുമ്പോൾ ചെക്ക് ചെയ്യുന്നത് മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുള്ളൂ. ഓക്കെ, കാണാൻ പറ്റും. ഇവിടെ നമ്മുടെ ഒരു ക്രോസ് ഓവർ വന്നിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ക്രോസ് ഓവർ വന്നിട്ടില്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും, ഈ ഒരു ക്രോസ് ഓവർ അതായത് നമുക്ക് വിശ്വസിച്ച് ട്രേഡ് എടുക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് MACD ഇവിടെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഒരു ക്യാൻഡിൽ അതായത് 14:25 അതായത് 2:25 ക്യാൻഡിൽ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് 2:25 ക്യാൻഡിൽ ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, ഈ ഒരു ക്യാൻഡിൽ നമുക്ക് വിശ്വസിച്ച് ട്രേഡ് എടുക്കാൻ പറ്റുമോ? ഡൗട്ട് ഉണ്ടോ? അപ്പോൾ MACD എന്താ പറയുന്നത്? MACD ഇവിടെ MACD ഓൾറെഡി ഇവിടെ ക്രോസ് ഓവർ ചെയ്യാൻ വേണ്ടി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് കാണാൻ പറ്റും അടുത്തൊരു ക്യാൻഡിൽ ആയപ്പോൾ തന്നെ MACD ക്രോസ് ഓവർ ആയി. അതായത് ബ്ലൂ ലൈന് നമ്മൾ ഓറഞ്ച് ലൈനിന് കട്ട് ചെയ്ത് മേലോട്ട് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് മനസ്സിലാക്കാം? നമുക്കിവിടെ കൺഫേം ആണ്, ട്രെൻഡ് മേലോട്ട് തന്നെയാണ് പോവുക. 100% വിശ്വസിച്ച് നമുക്ക് ട്രേഡ് എടുക്കാം. ഓക്കെ, ഇതാണ് ഒരു കോംബോ ട്രേഡിംഗ്. അതായത് ഇൻഡിക്കേറ്റർ യൂസ് ചെയ്യുമ്പോൾ നമ്മളൊരു കോംബോ നമുക്കൊരു ട്രിപ്പിൾ കൺഫർമേഷൻ എന്നതിൽ നമ്മൾ എക്സ്ട്രാ ഇൻഡിക്കേറ്ററും കൂടെ ആഡ് ചെയ്യുന്നതാണ്. ഇത് കറക്റ്റ് ഡീപ്പായി നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എടുക്കുന്ന ട്രേഡ് ഏകദേശം നിങ്ങൾ ഒരു മാസം 20 ട്രേഡ് എടുത്താൽ ഏകദേശം നിങ്ങൾക്ക് ഒരു 15 ട്രേഡ് നിങ്ങൾക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്ട്രാറ്റജിയാണിത്. ഓക്കെ, ബാക്ക് ടെസ്റ്റ് ചെയ്തുകൊണ്ടാണ് ഇത്രയും കൺഫേം ആയിട്ട് ഞാൻ പറയുന്നത്. ഇനി നമുക്ക് നോക്കാം. ഇപ്പോൾ നിങ്ങൾ ഇവിടെ നെക്സ്റ്റ് ക്രോസ് ഓവർ എവിടെയാണ്? നെക്സ്റ്റ് ക്രോസ് ഓവർ ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് ഒരു ക്രോസ് ഓവർ കാണാൻ പറ്റും. ഇവിടെ ഒരു ക്രോസ് ഓവറായി. MACD ഇവിടുന്ന് ക്രോസ് ഓവറായി. നമുക്ക് പുൾ ബാക്ക് കിട്ടി. ഓക്കെ, ഇവിടെയും പുൾ ബാക്ക് കിട്ടി. MACD താഴെ പറയുന്നുണ്ട് ഞാൻ ഡൗണിലോട്ട് പോവാന്ന്. ഗൈസ്, അപ്പോൾ നിങ്ങൾ MACD-യിൽ കാണാൻ പറ്റും ഈ ഒരു റെഡ് അതായത് റെഡ് ഗ്രാഫും ഗ്രീൻ ഗ്രാഫും ഇവിടെ കാണാൻ പറ്റും. ഇതിനെ പറയാം ഹിസ്റ്റോഗ്രാം എന്നാണ് പറയുക. ഓക്കെ, അപ്പം എപ്പോഴാണ് മാർക്കറ്റ് ഇതിൻ്റെ അടുത്ത് ഇപ്പോൾ ഈ ഒരു ഹിസ്റ്റോഗ്രാമിൻ്റെ മേലെയാണ് ഒരു ക്രോസ് ഓവർ വരുന്നത് എന്നുണ്ടെങ്കിൽ അതൊരു ബുള്ളിഷ് ക്രോസ് ഓവർ ആയിരിക്കും. അതായത് ബുള്ളിഷ് മാർക്കറ്റ് ആയിരിക്കും. മേലോട്ട് നല്ലൊരു മൂവ് നിങ്ങൾക്ക് 1:3 വരെ നിങ്ങൾക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയൊരു മാർക്കറ്റ് ആയിരിക്കും അത്. കാരണം
ഈ ഒരു ഹിസ്റ്റോഗ്രാമിൻ്റെ ഏകദേശം ഈ ഒരു ഭാഗത്ത് നിന്ന് ക്രോസ് ഓവർ ആണ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു പവർഫുൾ ക്രോസ് ഓവർ ആയിരിക്കും. അതേപോലെ തന്നെ ഹിസ്റ്റോഗ്രാമിൻ്റെ താഴെ നിന്നാണ് ക്രോസ് ഓവർ താഴോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു നല്ലൊരു ഡൗൺ ട്രെൻഡ് ആയ ചാൻസ് കൂടുതലാണ്. ഏകദേശം ഒരു 80% അങ്ങനെയാണ് സംഭവിച്ചിട്ടുള്ളത്. നിങ്ങൾ നോക്കി ഇപ്പം ഇവിടെ തന്നെ ഞാൻ ലൈവായിട്ട് എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഹിസ്റ്റോഗ്രാമിൻ്റെ താഴെയാണ് ഇവിടെ നമ്മുടെ മാഗ്ഡി ക്രോസ് ഓവർ ആയത്. അതുപോലെ തന്നെ നമ്മുടെ EMA ക്രോസ് ഓവർ ഇവിടെ ആയിട്ടുണ്ട്. അപ്പം നമുക്ക് ഡബിൾ കൺഫർമേ ആയി. നമുക്ക് നമ്മുടെ ട്രേഡ് സ്ട്രാറ്റജി വർക്കാവുന്നതാണ്. ഡബിൾ കൺഫർമേഷനാണ്. നമുക്ക് ട്രേഡ് അവിടെ പ്ലേസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് മാഗ്ഡി ഇതിപ്പോൾ താഴെ നിന്ന് ക്രോസ് ഓവറില്ല, നമുക്ക് മേലെ നിന്ന് ക്രോസ് ഓവർ നോക്കാം. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഇവിടുന്ന് മേലെ നിന്ന് ക്രോസ് ഓവറായി. ഏകദേശം കറക്റ്റ് നമ്മുടെ ഹിസ്റ്റോഗ്രാമിൻ്റെ അടുത്ത് നിന്ന് നമ്മുടെ മാഗ്ഡി ക്രോസ് ഓവറായി. അതായത് സിഗ്നൽ ലൈനും മാഗ്ഡി ലൈനും ക്രോസ് ഓവറായി. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ സ്ട്രാറ്റജിയും ക്രോസ് ഓവറായി. ഏത് 10-20 EMA ക്രോസ് ഓവർ. ഇവിടെ എന്ത് വലിയ റാലി നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റും. അതാണ് എപ്പോഴാണ് ഹിസ്റ്റോഗ്രാമിൻ്റെ അടുത്ത് വന്ന് ക്രോസ് ഓവർ, അത് താഴോട്ട് ക്രോസ് ഓവർ ആയാലും മേലോട്ട് ക്രോസ് ഓവർ ആയാലും ആ ഒരു ഡയറക്ഷനിൽ നല്ലൊരു മൂവ് കിട്ടാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയാണ് സംഭവിച്ചിട്ടുള്ളത്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ ഒരു ക്രോസ് ഓവറായി. ഇവിടെ നല്ലൊരു മൂവ് നമുക്ക് മേലോട്ട് കിട്ടി. ഓക്കെ, അങ്ങനെ നിങ്ങൾ മാർക്കറ്റ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ ഇതിൻ്റെ മേലെ ക്രോസ് ഓവറായി. ഇവിടെ നമുക്ക് നല്ലൊരു റാലി നമുക്കിവിടെ ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇത് നിങ്ങൾ ലൈവ് മാർക്കറ്റിൽ നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കണം. എന്നാലും നിങ്ങൾക്ക് ഇതിൻ്റെ നല്ലൊരു ഐഡിയ കിട്ടും. ലൈവ് മാർക്കറ്റിൽ ടെസ്റ്റ് ചെയ്ത് നോക്കണം. ഇതിനകത്ത് ഒരുപാട് ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല. ഓക്കെ, ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഒരു സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. എപ്പോഴാണ് 10 EMA 20 EMA ക്രോസ് ഓവർ ആവുന്നത് അത് നിങ്ങൾ നോട്ട് ചെയ്യാം. ആ ഒരു എത്തുമ്പോൾ നിങ്ങൾ നല്ലോണം ആക്ടിവേറ്റ് ആവുക. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് മാഗ്ഡി ലൈനും താഴെ ക്രോസ് ഓവർ ചെയ്യുന്നുണ്ട് നോക്കുക. അത് ഹിസ്റ്റോഗ്രാമിൻ്റെ താഴെ നിന്നാണോ ക്രോസ് ഓവർ വരുന്നത്, മേലെ നിന്നാണോ ക്രോസ് ഓവർ വരുന്നത്. മേലെ നിന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പെട്ട ഒരു 5 പോയിന്റ് ഒക്കെ എടുത്തിട്ട് എക്സിറ്റ് ആവുക. താഴെ നിന്നാണ് ക്രോസ് ഓവർ താഴോട്ടാണ് വരുന്നുണ്ടെങ്കിൽ, നമ്മുടെ ഹിസ്റ്റോഗ്രാമിൻ്റെ താഴോട്ടാണ് ക്രോസ് ഓവർ വരുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു 1:10 ഒക്കെ 5 to 10 പോയിന്റ് ഒക്കെ ക്യാപ്ചർ ചെയ്യാം. ഈസി ആയിട്ട് നിങ്ങൾക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ 5 to 10 ഈസി ആയിട്ട് നിങ്ങൾക്ക് 5 to 10 മേലെ തന്നെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ നിങ്ങളുടെ ടാർഗറ്റ് നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാവുന്നതാണ് എത്രയാണ് വേണ്ടതെന്ന്. നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. ഇവിടെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മാഗ്ഡി താഴെ നിന്നാണ് ക്രോസ് ഓവർ ആയത്. ഇപ്പോൾ താഴെ നിന്ന് മേലോട്ട് ക്രോസ് ആയാൽ എന്താകുക, അത് വലിയൊരു ബുള്ളിഷ് ക്രോസ് ഓവർ ആയിരിക്കില്ല. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ ക്രോസ് ഓവർ ആയിട്ട് ഇവിടെ എത്തി വീണ്ടും മാർക്കറ്റ് താഴോട്ട് വന്നു. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം ഇങ്ങനെ ഒരു ക്രോസ് ഓവർ വരുമ്പോൾ നമുക്ക് ആ ഒരു 5 പോയിന്റ് ഒക്കെ എടുത്തിട്ട് എക്സിറ്റ് ആവുന്നതാണ് നമുക്ക് സേഫ്. നമ്മളെപ്പോഴും പ്രോഫിറ്റ് ആകാൻ വേണ്ടിയാണ് നമ്മൾ നിൽക്കുന്നത്. ഓക്കെ, ഒരിക്കലും ഒരു SL അടിക്കാൻ വേണ്ടി ആരും ട്രേഡ് ചെയ്യുന്നില്ലല്ലോ. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്യാം ഗായ്സ്. പിന്നെ ഈ ഒരു സ്ട്രാറ്റജി യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ വേണ്ട കാര്യമാണ് നിങ്ങൾ കറക്റ്റ് തന്നെ സപ്പോർട്ടും ട്രെൻഡ് ലൈനിലേക്ക് വരച്ച് പഠിക്കണം. ഓക്കെ, അപ്പം ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ ഒരു നല്ലൊരു സപ്പോർട്ട്. ഇവിടെ മാർക്കറ്റ് ഇവിടെ വരുന്നു, തിരിച്ചു കയറി ഇവിടെ അപ്പോൾ ഇവിടെ ഒരു നല്ലൊരു സപ്പോർട്ടുണ്ട്, സ്ട്രോങ് സപ്പോർട്ടാണ്. ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് താഴോട്ട് ഫോളോ ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. നേരെ മറിച്ച് ഈ ഒരു ട്രെൻഡ് ലൈൻ അതായത് ഇവിടെ ഞാൻ ജസ്റ്റ് ഒരു ലൈൻ വരച്ച് കാണിച്ചു തരാം. ഓക്കെ, ജസ്റ്റ് ആയിട്ട് വരയ്ക്കുന്നത്. ഇപ്പോൾ ഇവിടെ ട്രെൻഡ് ലൈൻ വരുന്നുണ്ടെന്ന് വെച്ചോ. ഓക്കെ, അപ്പം ഇത് ബ്രേക്ക് ചെയ്തിട്ട് ഇവർ റീട്രേസ്മെന്റ് വന്നിട്ട് ഇവിടുന്ന് നിങ്ങൾ ട്രേഡ് എടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു പ്രോഫിറ്റ് കിട്ടും. കാരണം എന്താ, ഇവിടെയൊക്കെ ഒരു SL ഉണ്ട്, ഇവിടെ SL ഉണ്ട്, ഇവിടെ SL ഉണ്ട്, ഇവിടെയൊക്കെ SL ഉണ്ട്. ഈ ഒരു SL ഒക്കെ എടുക്കാൻ വേണ്ടി ചിലപ്പോൾ മാർക്കറ്റ് നമുക്ക് ഒരു അപ്പ് മൂവ് തരാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെയൊക്കെ നമ്മൾ മാർക്കറ്റിനെ അനലൈസ് ചെയ്ത് ട്രേഡ് എടുക്കുകയാണെങ്കിൽ നമ്മുടെ ട്രേഡിങ്ങിൻ്റെ വിന്നാവാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. ഓക്കെ, അപ്പം ഇതിൻ്റെ ടാർഗറ്റ് നിങ്ങൾ ഇതിന് ടാർഗറ്റ് എടുക്കുന്നത് 5 to 10 പോയിന്റ് ആണ് ടാർഗറ്റ്. അതിൽ കൂടുതൽ നിങ്ങൾ ടാർഗറ്റ് വെച്ചാൽ ചിലപ്പോൾ നിങ്ങളുടെ SL കിട്ടോ. നിങ്ങളുടെ SL വെക്കേണ്ടത് ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. ഇപ്പോൾ SL വെക്കേണ്ടത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഇവിടെയാണ് ട്രേഡ് എടുക്കുന്നുണ്ടെങ്കിൽ ഓക്കെ, ഇവിടെ ട്രേഡ് ഞാനിപ്പോൾ ഇവിടെ ഒരു ട്രേഡ് എടുത്തപ്പോൾ ഇവിടെയാണ് എൻട്രി എടുത്തത്. എൻ്റെ SL എന്ന് പറഞ്ഞാൽ ഈ ഒരു ക്യാൻഡിലായിരുന്നു. ഓക്കെ, ഡിലീറ്റ് ആയി കാണിച്ചു തരാം. എൻ്റെ SL ഈ ഒരു ക്യാൻഡിലാണ്. SL ഞാൻ ഈ ഒരു ക്യാൻഡിൽ ട്രേഡ് എടുത്തിട്ട് ഈ ഒരു ക്യാൻഡിലാണ് എൻ്റെ SL. ഞാൻ SL എപ്പോഴാണ് ഈ ഒരു ക്യാൻഡിലിൻ്റെ മേലെ ഇവിടെ ക്ലോസ് ആവുന്നത് ഞാൻ ഇവിടെ എക്സിറ്റ് ആവും. ഓക്കെ, നമ്മൾ ഈസി ആയിട്ട് നമ്മുടെ ടാർഗറ്റ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇതാണ് ഈ ഒരു ട്രേഡിംഗ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. സ്കാൽപ്പിംഗ് സ്ട്രാറ്റജിയാണ്. നിങ്ങൾ ലൈവ് മാർക്കറ്റിലും അതുപോലെ തന്നെ ആഫ്റ്റർ മാർക്കറ്റിലേക്ക് നിങ്ങൾ പോയിട്ട് ചെക്ക് ചെയ്ത് നോക്കുക, ഇത് എത്രത്തോളം വർക്ക് ആവുന്നുണ്ട് നോക്കുക. ഓക്കെ, ഇനിയും ഈ ഒരു സ്ട്രാറ്റജിനെ പറ്റി എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ നേരെ എനിക്ക് മെസ്സേജ് അയക്കോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ കോൺടാക്ട് ചെയ്യുമോ, ഇല്ലെങ്കിൽ നേരെ എൻ്റെ കമൻറ്റിൽ വന്ന് കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ ഞാൻ റീപ്ലൈ ചെയ്യുന്നതായിരിക്കും. എനിക്ക് ഈ ഒരു സ്ട്രാറ്റജിയിൽ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ Nifty 50 മാത്രം ഇത് ട്രൈ ചെയ്യുക. കാരണം അവിടെയാണ് ഞാൻ കൂടുതൽ യൂസ് ചെയ്യാറ്. ഞാൻ Nifty 50 മാത്രമേ ഞാൻ ട്രേഡ് എടുക്കാറുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ ബാങ്ക് നിഫ്റ്റിയിലൊക്കെ പോയിട്ട് ഇങ്ങനെ ട്രേഡ് എടുത്താൽ ചിലപ്പോൾ നിങ്ങളുടെ SL
അടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. ബിഗിനർ എന്ന നിലയ്ക്ക് നിങ്ങൾ നിഫ്റ്റി 50 ആണ് യൂസ് ചെയ്യുന്നതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. ഓക്കെ, അപ്പം ഈ ഒരു കോമ്പിനേഷൻ സ്ട്രാറ്റജി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ ഈ ഒരു സ്ട്രാറ്റജി യൂസ് ചെയ്തിട്ട് തന്നെ എടുക്കുന്ന വീഡിയോ, ലൈവ് റെക്കോർഡ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ആ ഒരു വീഡിയോയിൽ കാണാം. ഓക്കെ, നമ്മൾ പിന്നെ ഒരു കാര്യമാണ്, നിങ്ങൾ ഒരു സ്ട്രാറ്റജി യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു സ്ട്രാറ്റജി തന്നെ കണ്ടിന്യൂസ് ഏകദേശം ഒരു 6 മാസമെങ്കിലും ആ ഒരു സ്ട്രാറ്റജി യൂസ് ചെയ്താൽ മാത്രമേ അതിൻ്റെ റിസൾട്ട് ഉണ്ടോ ഇല്ലയോ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റൂ. പിന്നെ ഒരു കാര്യം, നമ്മളിപ്പോൾ സ്കാൽപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഫണ്ട് ക്യാപിറ്റൽ ആവശ്യമാണ്. കാരണം നമ്മൾ 5 പോയിൻ്റ് ക്യാപ്ചർ ചെയ്യുന്നത് നമുക്ക് ഒരു ദിവസം ഏകദേശം ഒരു 250 ക്വാണ്ടിറ്റി ഒക്കെ മേടിച്ചാൽ നമുക്കൊരു 5 പോയിൻ്റ് ഒക്കെ എടുക്കുമ്പോൾ നമുക്കൊരു പ്രോഫിറ്റ് കിട്ടും. ഇല്ലാന്നുണ്ടെങ്കിൽ 500 ക്വാണ്ടിറ്റി ഒക്കെ എടുക്കാം. 500 ക്വാണ്ടിറ്റി 5.3 ആയാൽ തന്നെ നമുക്കൊരു 2000 രൂപ പ്രോഫിറ്റ് കിട്ടും. അത് ഒരു മിനിറ്റുകൾ പോലും വേണ്ട ആ ഒരു പ്രോഫിറ്റ് നമുക്ക് മേക്ക് ചെയ്യാൻ വേണ്ടി. ഓക്കെ, അപ്പം ഇതാണ് സ്കാൽപ്പിങ്ങിൻ്റെ പവർ. അപ്പം ഈ ഒരു ട്രേഡ് സിസ്റ്റം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അടുത്തൊരു അടിപൊളി വീഡിയോ കാണാം. ബൈ.